റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പേരിൽ അടുത്ത മാസം തന്നെ സമാധാന കരാർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമാധാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ മനുഷ്യരാശി മുഴുവൻ സ്വാഗതം ചെയ്യുന്ന ഒരു ആശയമാണെങ്കിലും ട്രംപിന്റെ നീക്കങ്ങൾ അതിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാനവികതയല്ല, മറിച്ച് ലോകത്തെ തന്റെ ഇഷ്ടത്തിന് വഴങ്ങിപ്പിക്കുന്ന ഒരു ഏകാധിപത്യ സ്വപ്നത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്ന വിമർശനം ശക്തമാവുകയാണ്. അബുദാബിയിൽ വെച്ച് നടന്ന ചർച്ചകളിൽ യുക്രൈനും US തമ്മിൽ ഇക്കാര്യത്തിൽ യോജിപ്പിലെത്തിയെന്നും റഷ്യയുടെ നിലപാടിനായാണ് ഇനി കാത്തിരിക്കുന്നതെന്നുമാണ് സൂചന. റഷ്യ പിടിച്ചടക്കിയ ചില മേഖലകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ ചർച്ച വൈകുമോ എന്ന ആശങ്കയും US-നുണ്ട്. നേരത്തെ ജൂണോടെ കരാറിലെത്തണമെന്നായിരുന്നു US നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ മോസ്കോയിൽ വെച്ച് പുടിന്റെ വിശ്വസ്തനായ ജനറൽ വ്ളാഡിമിർ അലക്സിസ് കൊല്ലപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നാണ് ട്രംപിന്റെ ആശങ്ക. സൈനിക ജനറലെ വെടിവെച്ചു കൊന്നതിനു പിന്നിൽ യുക്രൈനാണെന്നാണ് റഷ്യയുടെ ആരോപണം. എന്നാൽ യുക്രൈൻ ഈ ആരോപണത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ചാണ് ജനറൽ അലക്സീവിനെ അക്രമി വെടിവെച്ചു കൊലപ്പെടുത്തിയത്. അതേസമയം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുത്തില്ല എങ്കിലും മാർച്ചിൽ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് US-ന്റെ നീക്കമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജനറൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപ് ഈ സമാധാന ചർച്ചകൾക്ക് അമിത വേഗം നൽകിയത്. എന്നാൽ യുദ്ധത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങളോ യുക്രൈനിന്റെ പരമാധികാരമോ അവിടുത്തെ ജനങ്ങളുടെ വേദനകളോ ഒന്നും പരിഗണിക്കാതെ അടുത്ത മാസം തന്നെ കരാർ എന്ന സമയപരിധി പ്രഖ്യാപിക്കുന്നത് ട്രംപ് തന്റെ ശക്തി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഭാവി മാസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കാവുന്ന ബിസിനസ് ഇടപാടല്ല. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി തുടക്കത്തിൽ തന്നെ ലോകം കണ്ടതാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ മറവിൽ എല്ലാ അന്താരാഷ്ട്ര സംവിധാനങ്ങളെയും അവഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമീപനം. ഐക്യരാഷ്ട്രസഭ പോലുള്ള ബഹുരാഷ്ട്ര സംഘടനകളെ അദ്ദേഹം പലപ്പോഴും അവഗണിച്ചു. നാറ്റോ സഖ്യങ്ങളെ പോലും സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിലും അതേ ശൈലിയാണ് കാണുന്നത്. ലോക സമാധാനത്തിന്റെ കാവൽക്കാരൻ എന്ന വേഷത്തിൽ